ജയിലിൽ ഏത് ശരാശരി ഉദ്യോഗസ്ഥനും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു പ്രത്യേക ഒരു ഒരു പരിസ്ഥിതിയിലാണ് ജോലി ചെയ്യുന്നത്. ആ പരിസ്ഥിതി എന്ന് പറയുന്നതും ആ സാഹചര്യം എന്ന് പറയുന്നതും ക്രൈമിൻ്റെ ഒരു സാഹചര്യമാണ്. സ്വയം നശിച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഭൂമിയെയും സമൂഹത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിഷം കുടിക്കുന്നത്. അപ്പോൾ അതുപോലെ അതിന് തുല്യമായിട്ടാണ് ജയിൽ ജീവനക്കാരൻ ജോലി ചെയ്യുന്നത്. നമ്മൾ അയാളെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അയാൾ നമ്മളുമായിട്ട് മാനസികമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അയാളുടെ സ്വാധീനത്തിൽ നമ്മൾ പെടാതിരിക്കണം എന്നെപ്പോഴും നമ്മൾ വിചാരിക്കണം. നമ്മൾ അയാളെ സ്വാധീനിക്കണം, അയാൾ നമ്മളെ സ്വാധീനിക്കുകയല്ല വേണ്ടത്. ഈ ഇന്ത്യയിൽ ജയിലുകളിൽ കോവിഡ് ബാധിക്കാതെ ഏറ്റവും കൂടുതൽ കാലം പിടിച്ചു നിന്ന ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലേതാണ്. അത് സുപ്രീം കോടതിയുടെ ആ സമയത്തെ ഒബ്സർവേഷൻ സംബന്ധിച്ച് നിർദ്ദേശം സംബന്ധിച്ച് കുറേ വിധികളുണ്ടായി. അത് മിനിമം വേജസിൻ്റെ ഒന്നും അടുത്തെത്താത്തത്ര തുകയാണ്. അവർക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്നതിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ കണക്കാക്കിയാണ് നമ്മളത് ചെയ്യുന്നത്. ജയിലിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ട് അയാൾക്കെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ജയിലിൽ നിന്ന് വന്ന ഒരാളിനെ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. ഇന്ന് ജയിലിൽ നിന്ന് വന്ന ആളിനേക്കാൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത മോശമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരാളിനെ നമ്മളത് അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ആ ജോലിയിൽ നിയോഗിച്ചെന്ന് വരും. സർ, ഈ സമൂഹം മാറാനായി ശ്രമിക്കുന്നവരെ ഒട്ടും തന്നെ മാറാൻ സമ്മതിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ജയിൽവാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും അവരെ മാറ്റി നിർത്തുക. അവൻ ജയിലിൽ കിടന്ന ആളാണ്, അധികം കൂട്ടുവേണ്ട, സംസാരിക്കേണ്ട, ആ ഒരു ഒറ്റപ്പെടുത്തൽ നേരിട്ട് വീണ്ടും ആ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വീണ്ടും തിരികെ വരിക എന്നൊരു സ്വഭാവം സാറ് കാണാറുണ്ടോ? അത് വലിയ രീതിയിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സ്വീകാര്യത സമൂഹത്തിൽ ഒരു റിലീസായ മോചിപ്പിക്കപ്പെട്ടൊരു തടവുകാരന് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകൾ അതിൽ വലിയ രീതിയിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് നമ്മളെ സമീപിക്കുമ്പോൾ ഞാനായാലും വേറെ ആരാണെങ്കിലും ജയിലിൽ നിന്നാണ്, ജയിലിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ട് അയാൾക്കെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ജയിലിൽ നിന്ന് വന്ന ഒരാളിനെ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. ഇന്ന് ജയിലിൽ നിന്ന് വന്ന ആളിനേക്കാൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത മോശമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ഒരാളിനെ നമ്മളത് അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ആ ജോലിയിൽ നിയോഗിച്ചെന്ന് വരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. നേരത്തെ ജയിലിൽ കിടന്ന ഒരു സ്ത്രീ ഒരു വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അവരെ അക്സെപ്റ്റ് ചെയ്യുകയോ അവരെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കണം. അത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജയിലിൻ്റെ ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു സ്റ്റിഗ്മ. അത് അവരനുഭവിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. അത് സമൂഹം മാറുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദീർഘകാല തടവുകാരെ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് പരോൾ വിടുന്നത് പോലും ഈ സോഷ്യൽ അക്സെപ്റ്റൻസ് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, സാമൂഹികമായിട്ട് അവർക്ക് സ്വീകാര്യത ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സാർ, പരോളിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. എന്തൊക്കെയാണ് പരോൾ നൽകാനായുള്ള മാനദണ്ഡങ്ങൾ, അതുപോലെ എത്ര ദിവസം പരോൾ നൽകണമെന്നൊക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? സാധാരണ തരത്തിൽ ചില കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആൾക്കാർക്ക് നമ്മൾ പരോൾ നൽകാറില്ല, അല്ലെങ്കിൽ പരോളിൻ്റെ സിസ്റ്റത്തിനകത്ത് അവരെ ഉൾപ്പെടുത്താറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഈ മോഷണ കേസുകൾ, അതല്ലെങ്കിൽ ബലാത്സംഗ കേസുകൾ, അതുപോലെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, അത്തരത്തിലുള്ള വരുന്ന ആൾക്കാരെ, ശിക്ഷിക്കപ്പെട്ടുള്ള ആൾക്കാർക്ക് സാധാരണഗതിയിൽ അവർക്ക് പരോൾ നൽകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ല. മറിച്ച് മറ്റുള്ളവരെയാണ് നമ്മൾ പരോളിൻ്റെ ഒരു സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അവർ കുറച്ചു കാലം ജയിലിനുള്ളിൽ അവർ നമ്മൾ നൽകിയിട്ടുള്ള ജോലി ചെയ്ത് ജയിലിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വളരെ വെൽ ബിഹേവ്ഡായിട്ട് സൽസ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അവരെ പരോളിന് വേണ്ടിയിട്ട്, പരോൾ എന്നുള്ള വാക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ലീവ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ലീവിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ അവർക്ക് സാധാരണ ഒരു ലീവിന് അവധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. സാധാരണ അവധി ആദ്യത്തെ തവണ 15 ദിവസമാണ്. ഒരു വർഷം അവർക്ക് മൊത്തത്തിൽ 60 ദിവസം വരെ അവർക്ക് ഒരു വർഷം ഈ ലീവ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ 15 ദിവസം അനുവദിക്കുന്നത് 1-2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. പോലീസ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം. പ്രൊബേഷൻ ഓഫീസർ അവരുടെ ഗാർഹിക അന്തരീക്ഷത്തെക്കുറിച്ചും ഗാർഹികമായിട്ടുള്ള സ്വീകാര്യതയെക്കുറിച്ചും
വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ട് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സഹായം ചെയ്യുന്ന ബന്ധുക്കളുടെ സാന്നിധ്യം വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് ഒക്കെ ഒരു റിപ്പോർട്ട് തരണം. അപ്പോൾ ആ 2 റിപ്പോർട്ടിൻ്റെയും സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പരോൾ ആദ്യമായിട്ട് കൊടുക്കുന്നത്. ആ പരോൾ കഴിഞ്ഞ് പരോൾ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും 2.5 മാസത്തിന് ശേഷം വീണ്ടും അവർക്ക് 15 ദിവസം പരോളിൽ പോകാം. അല്ലെങ്കിൽ ഈ 3 മാസം കുടിയിരിക്കുന്നതിനെ പോകുന്നതിന് പകരം ഒരു 6 മാസം കഴിഞ്ഞിട്ട് 30 ദിവസത്തേക്ക് വേണമെങ്കിലും പോകാം. ഇങ്ങനെയാണ് പരോൾ കിട്ടുന്നത്. ഈ പരോളിലൊക്കെ ഇറങ്ങിയിട്ട് തിരികെ വരാതെ ഇരിക്കുന്ന പ്രതികളുണ്ടോ? നിങ്ങൾ ഫോഴ്സ്ഫുള്ളി തിരിച്ചു കൊണ്ടുപോയി? അങ്ങനെയുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് മടങ്ങി വരാൻ സാധിക്കാനുള്ള അല്ലെങ്കിൽ ആ മനസ്സില്ലായ്മ, ജയിലിനുള്ളിലെ ഒരു ബോർഡം അല്ലെങ്കിൽ ജയിലിനുള്ളിലെ നിയന്ത്രണം അത് അംഗീകരിച്ച് നിൽക്കാൻ സാധിക്കാതെ വരുന്നത് മൂലം പരോളിൽ നിന്ന് അബ്സ്കോണ്ട് ചെയ്യുന്ന പ്രതികളുണ്ട്. അതല്ലെങ്കിൽ പരോളിൽ നിന്ന് വൈകി എത്തുന്നവരുണ്ട്. ചിലരെ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. വൈകിയൊക്കെ എത്തുന്നവർക്ക് നിങ്ങൾ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാറ്? സാധാരണ രീതിയിൽ വൈകി എത്തുന്നവർക്ക് വീണ്ടും പരോൾ നൽകുന്നതിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തും. വീണ്ടും അവർക്ക് 1 വർഷത്തേക്ക് പരോൾ കൊടുക്കാതിരിക്കും. അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ പോലീസ് റിപ്പോർട്ട് കിട്ടിയാലേ പരോൾ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ഉപാധികളോടുകൂടിയേ പരോൾ നൽകുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില നടപടികൾ നമ്മൾ അതിൻ്റെ പുറത്ത് സ്വീകരിക്കും. ക്രൈം ചെയ്യണമെന്ന് ചിന്തിച്ച് പരോൾ കിട്ടാനായി കാത്തിരിക്കുന്ന, പ്ലാൻ ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടുണ്ടോ? അതൊരു സാധാരണ പ്രവണതയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. ചിലപ്പോൾ ഒറ്റപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ അയാളുടെ മനസ്സിലുള്ള വെഞ്ചൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് വരാം. അത് ഒറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് അതിനെ നമുക്ക് അങ്ങനെ സാധാരണവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ല. സാർ, ഈ ജയിലിലെ കുറ്റവാളികൾ അവർ ചെയ്യുന്ന ജോലിക്കുള്ള ആ ഒരു വേജസ് എങ്ങനെയാണ്? അവർക്ക് ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഫലമായിട്ട് അവർ ആ ഒരു ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അത് എത്രയാണ് അവർക്ക് കൊടുക്കുന്ന തുക? എന്തായാലും സൊസൈറ്റി കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് എന്തായാലും കൊടുക്കില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ വേജസ് എന്നുള്ളത് പറയാമോ? സാധാരണ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വേതന വ്യവസ്ഥയെ അപേക്ഷിച്ച്, വേതന നിലവാരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഉയർന്ന ഒരു വേതനം നൽകുന്നുണ്ട് ജയിലുകൾ. പക്ഷേ അത് മിനിമം വേജസിൻ്റെ ഒന്നും അടുത്തെത്താത്തത്ര തുകയാണ്. അവർക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്നതിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ കണക്കാക്കിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് പക്ഷേ ഒരു പുറത്ത് ഒരു വേജസ് ബോർഡോ അല്ലെങ്കിൽ ലേബർ ഓഫീസറോ അംഗീകരിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മിനിമം വേജസോ ഒന്നുമല്ല. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ അടുത്ത സമയത്ത് ആലോചിക്കുന്നുണ്ട്, കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ ചില ജോലികൾക്ക് കൂടുതൽ വേതനം, അതുപോലെ തന്നെ അവരുടെ ജയിലിനുള്ളിലെ അവരുടെ കാലാവധിയുടെ വർധനമനുസരിച്ച് വ്യത്യാസം, ചില ടാസ്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതിന് അതിനനുസരിച്ചുള്ള വേതനം, അങ്ങനെയൊക്കെയാണ് വേജസ് പ്രത്യേക രീതിയിലാണത് കണക്കാക്കുന്നത്. പക്ഷേ ഒരാൾക്കൊരു മിനിമം വേജസ് എപ്പോഴും, അതുപോലെ തന്നെ ചില ജോലികൾക്ക് പരിശീലനം ആവശ്യമുണ്ട്. ആ പരിശീലന കാലത്ത് ഒരു വളരെ തുച്ഛമായിട്ടുള്ള ഒരു വേതനമായിരിക്കും. പക്ഷേ ആ പരിശീലനം പൂർത്തിയാക്കുന്നതോടുകൂടി അവർക്ക് കുറച്ചുകൂടെ ഉയർന്ന വേതനം നൽകുന്ന അത് ഫുഡ് മേക്കിംഗ് യൂണിറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന വേതനം നൽകുന്നത്. ഓപ്പൺ ജയിലുകളിൽ ഉയർന്ന വേതനമാണ് നൽകുന്നത്. ശരാശരി അവർക്ക് ഒരു 200 രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ വേതനം ലഭിക്കുന്ന ഒരു സ്കെയിലാണ് നിലനിൽക്കുന്നത്. സർ, ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇത്രയും പേര് തിങ്ങി നിറങ്ങി നിൽക്കുന്ന ജയിലിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? കാരണം നമുക്കൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. തുമ്മുന്നത് കൂടിയും പേടിച്ചിട്ടാണ്. അത്രമാത്രം റെസ്ട്രിക്റ്റഡും വീട്ടിൽ തന്നെ സെക്ലൂഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം, ഇത്രയും ആളുകളുള്ള ആ ഒരു ജയിൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു? നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ജയിലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം. അന്ന് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ കോവിഡ് ബാധിച്ച് കോവിഡിൻ്റെ അളവ് നമ്മൾ ഓരോ ദിവസവും ഇത്ര പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, ഇത്ര പേര് അഡ്മിറ്റായി, ഇത്ര പേരെ മാറ്റിപ്പാർപ്പിച്ചു, ഇത്ര പേര് സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ടു, ഇത്ര പേര് ക്വാറന്റൈനിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജയിലിൻ്റെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോകണമെന്നുള്ള മുമ്പുള്ള ഒരു അനുഭവം നമുക്കില്ല, ഒരു ഉദാഹരണമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. ചെയ്യുന്നതൊക്കെ ശരിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം എന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ടായിരുന്നത്. കാരണം ഈ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ക്രമസമാധാന പരിപാലനം അത് കൃത്യമായിട്ട് നടക്കുകയും വേണം.
അപ്പോൾ അറസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല. അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കോടതിയിൽ ഹാജരാക്കിയാൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു അതിസങ്കീർണമായിരുന്നു നമ്മളുടെ ഒരവസ്ഥ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജയിലിനുള്ളിലേക്ക് ആൾക്കാർ വരുന്നു. എവിടെ നിന്നാണ്? ഒരു പൊതുസമൂഹത്തിൽ നിന്നാണ്. അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അന്നേരം സാധിക്കില്ല. ഇപ്പോൾ പക്ഷേ നമ്മൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം, ഇന്ത്യയിൽ ജയിലുകളിൽ കോവിഡ് ബാധിക്കാതെ ഏറ്റവും കൂടുതൽ കാലം പിടിച്ചു നിന്ന ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലേതാണ്. അത് സുപ്രീം കോടതിയുടെ ആ സമയത്തെ ഒബ്സർവേഷൻ സംബന്ധിച്ച്, നിർദ്ദേശം സംബന്ധിച്ച് കുറേ വിധികളുണ്ടായിരുന്നു. ആ വിധികളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും കേരളത്തിലെ ജയിലുകളിൽ നടത്തിയിട്ടുള്ള നടപടികളെ സുപ്രീം കോടതി വളരെ അഭിനന്ദനാർഹമായിട്ട് പരിഗണിക്കുകയും അത് മറ്റ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോളോ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിനുള്ളിലെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പോൾ എണ്ണം കുറയ്ക്കുന്നത് പരമാവധി പേരെ നമ്മൾ പരോളിൽ വിടാൻ പറ്റുന്ന ആൾക്കാരെ മുഴുവൻ പേരെ നമ്മൾ പരോളിൽ വിട്ടു. കാരണം പരോളിന് ഉള്ള ആ കാലയളവ് ഇപ്പോൾ 2.5 മാസക്കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് 15 ദിവസം പരോൾ കിട്ടുന്നത്. പക്ഷെ അത് നമ്മൾ മാറ്റിയിട്ട് പരോളിൽ പോയി അവർക്ക് സമൂഹത്തിൽ പോയി ജീവിക്കാം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള മുഴുവൻ പേരെ ഓപ്പൺ ജയിലുകളിൽ നിന്ന് 100% ആൾക്കാരെ നമ്മൾ റിലീസ് ചെയ്തു. അവർ മുഴുവൻ പേരും അവരുടെ വീടുകളിലേക്ക് പോയി. അപ്പോൾ ശരിയാണ്, തടവുകാർക്ക് സന്തോഷകരമായിട്ടുള്ള കാലഘട്ടം. കാരണം അവർ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പരോൾ നൽകാൻ സാധിക്കും എന്ന് കണക്കാക്കി അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ പേരെയും പരോളിൽ വെച്ചു. പിന്നീട് ജാമ്യം എടുക്കാൻ പറ്റുന്ന, ജാമ്യം അനുവദിക്കപ്പെട്ടിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തവരുടെ കാര്യം പ്രത്യേകമായിട്ട് കോടതികളിൽ ബോധിപ്പിക്കുകയും ആ ജാമ്യ വ്യവസ്ഥയിൽ ഒരുപാട് ഇളവ് അനുവദിക്കുകയും അവരെ അങ്ങനെ റിലീസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് മറ്റൊരു കാര്യം, ചെറിയ ശിക്ഷക്കാരെ ഒക്കെ നമ്മൾ പരമാവധി റെമിഷൻ കൊടുത്തു. തുടർന്ന് കിടക്കേണ്ട കാലയളവ് ഇളവ് ചെയ്തവരെ പുറത്തുവിട്ടു. ഇത് ആണ് ജയിലിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതിൽ സാധിച്ച ഒരു കാര്യം. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. മറ്റൊന്ന്, ജയിലിലുള്ള മുഴുവൻ തടവുകാരെയും നമ്മൾ അന്നത്തെ ഈ പ്രാഥമിക കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. എന്നുവെച്ചാൽ ജയിലിനുള്ളിൽ കിടക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇനി ജീവനക്കാർ പുറത്തെ സമൂഹത്തിൽ ഇടപഴകിയതിന് ശേഷം ജയിലിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന കാര്യത്തിനകത്ത് വളരെ കർശനമായിട്ടുള്ള ചില വ്യവസ്ഥകൾ നടപ്പാക്കി. ജയിലിനുള്ളിലേക്ക് വരികയും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന പരമാവധി നമ്മൾ നിരുത്സാഹപ്പെടുത്തി. ഒന്നുകിൽ ക്വാർട്ടേഴ്സിനകത്ത് തന്നെ താമസിക്കണം, അതല്ലെങ്കിൽ അവർ ആ ജോലി സ്ഥലത്ത് തന്നെ നിൽക്കണം. അത് അവർക്ക് ഒരു പീരീഡ് ജോലി പൂർണ്ണമായിട്ട് അവർ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം തുടർച്ചയായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് 15 ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരു പുതിയ ബാച്ചുകാർ അവർ പരിശോധന നടത്തി അവർ കോവിഡ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ ജീവനക്കാരെ നിയോഗിക്കുന്ന കാര്യത്തിനകത്ത് വലിയൊരു പരീക്ഷണം നടത്തിയിരുന്നു. അതുകൂടാതെ ജയിലിലെ തടവുകാർക്ക് ഒരു സ്പെഷ്യൽ ഡയറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് ചൂടുവെള്ളം, അതുപോലെ തന്നെ ഈ നാരങ്ങ ലെമൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം, അതുപോലെ അവർക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ജയിലിനുള്ളിൽ മെനുവിൽ വ്യത്യാസപ്പെടുത്തിയിരുന്നു. അതുപോലെ ജയിലിനുള്ളിൽ നടക്കുന്ന ക്ലീനിങ് പോലെയുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ എല്ലാ ജയിലുകളും വളരെ ഹൈജീനിക്കായിട്ടാണ് സൂക്ഷിക്കുക. അതിന് കുറച്ചുകൂടി കർശനമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചു. ഞാൻ ജയിലിനുള്ളിൽ മാസ്ക് നിർമ്മാണം ആരംഭിച്ചു. അതൊരു വലിയ ഇനിഷ്യേറ്റീവായിരുന്നു. തടവുകാർ പുറത്തെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള മാസ്ക് ജയിലിനുള്ളിൽ നിർമ്മിച്ച്, പ്രത്യേകിച്ച് ആദ്യ സമയത്തെ ഈ ക്ലോത്ത് മാസ്കുകളൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും പുറത്ത് ഗവൺമെൻറ്റൽ ഏജൻസികൾക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി ജയിലിനുള്ളിലാണെങ്കിൽ ഒരു തരത്തിലുള്ള ആൽക്കഹോളിക് സ്പിരിറ്റ് പോലുള്ള സാധനങ്ങൾ പ്രവേശിപ്പിക്കരുതാത്തതാണ്. പക്ഷേ നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച്, അതുപോലെ തന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ ഫാക്ടറീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുമൊക്കെ ജയിലിനുള്ളിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവന്ന് അതുകൊണ്ട് നമ്മളെ ഹാൻഡ് സാനിറ്റൈസർ നിർമ്മിക്കുന്ന നടപടി പോലും നമ്മൾ സ്വീകരിച്ചു. ജയിലുകൾ ഒരു വലിയ സാനിറ്റൈസറുകളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളായിട്ട് മാറ്റി ആ സമയത്ത്. കാരണം മറ്റുള്ള ബിസിനസ്സുകളെല്ലാം നമ്മൾ നിർത്തിവെച്ചിട്ട്.
അപ്പോൾ ഇത് ഒരു ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. മറ്റ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിനുള്ളിലേക്ക് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ പ്രവേശിപ്പിക്കുന്ന കേന്ദ്രങ്ങളുടെ ഒരു കാര്യമാണ്. കാരണം നേരിട്ട് ജയിലിനുള്ളിലേക്ക് നമ്മൾ ആരെയും പ്രവേശിപ്പിക്കാതെ പകരം ഇത്തരത്തിലുള്ള ചില സെൻറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കി, ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള. അപ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഒബ്സർവേഷന് വേണ്ടിയിട്ട് അവിടെ പാർപ്പിച്ച് അവരെ അവിടെ നിരീക്ഷിച്ച് അവർക്ക് അവിടുന്ന് രോഗമില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് ചില സ്കൂളുകൾ, ചില കോളേജ് ഹോസ്റ്റലുകൾ, ചില അബാൻഡൻഡ് ആയിട്ടുള്ള ചില ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ഞങ്ങൾ ആ സമയത്ത് ചില ജയിലുകളായിട്ട് താൽക്കാലികമായിട്ട് ഉപയോഗിച്ചു. ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഒരു സെൻറ്ററായിട്ട് LBSൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ ഉപയോഗിച്ചു. വനിതാ കോളേജാണ്, വനിതകളായിട്ടുള്ള കുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ നമ്മൾ ആ സമയത്ത് തടവുകാരെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ചില പ്രവർത്തിക്കാത്ത ചില ഹോസ്പിറ്റൽസ് കൊല്ലത്ത്, അതുപോലെ തന്നെ തൃശ്ശൂരും കണ്ണൂരും ഒക്കെ ഈ ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചിരുന്നു. ആ ഹോസ്പിറ്റൽസ് ചിലതൊക്കെ ഹോസ്പിറ്റലിൻ്റെ ചില ഉപയോഗിക്കാത്ത ചില ഭാഗങ്ങൾ. അപ്പോൾ അവർ ഹോസ്റ്റലും സ്കൂളും അതുപോലെ ഹോസ്റ്റലുകളും ഹോസ്പിറ്റലിലും ഒക്കെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അവിടേക്ക് തടവുകാരെ കൊണ്ടുവന്ന് അവരെ അവിടെ നിരീക്ഷിക്കുകയും ആ രോഗമില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി അവരുടെ പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് സഹിതം മാത്രം ജയിലിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് ഒരു വലിയ കാലയളവിൽ നമുക്ക് കോവിഡ് ബാധയില്ലാതെ നമ്മൾ ജയിലിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു. അത് വളരെ സങ്കീർണമായിട്ടുള്ള വലിയൊരു വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു കോവിഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സാർ, എനിക്ക് സാറിൻ്റെ ചിന്ത അല്ലെങ്കിൽ സാറിൻ്റെ വീക്ഷണം സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാറിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം, ഇതൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം സാധാരണ മനുഷ്യരെ പോലെയല്ല സാറിൻ്റെ ലൈഫ്. എത്രയോ വർഷങ്ങൾ എല്ലാ ദിവസവും 24 മണിക്കൂറും ക്രിമിനൽസുമായിട്ടാണ്, അവരോടാണ് സംസാരിക്കുന്നത്, അവരോടാണ് അടുത്ത് ഇടപഴകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാർ സൊസൈറ്റിയിലോട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫിലേക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ സാറിൻ്റെ ഒരു മാനസിക നില എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് ജയിലിലെ ഏത് ശരാശരി ഉദ്യോഗസ്ഥനും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു പ്രത്യേക ഒരു പരിസ്ഥിതിയിലാണ് ജോലി ചെയ്യുന്നത്. ആ പരിസ്ഥിതി എന്ന് പറയുന്നതും ആ സാഹചര്യം എന്ന് പറയുന്നതും ക്രൈമിൻ്റെ ഒരു സാഹചര്യമാണ്. കുറ്റകൃത്യം ചെയ്തവരുണ്ട് നമ്മൾ തൊട്ട് മുന്നിൽ, അവർ കുറ്റകൃത്യം ചെയ്തവരാണ്. ചിലരൊക്കെ പശ്ചാത്തപിക്കുന്നവരുണ്ടാവും, പശ്ചാത്താപത്തിന് വിധേയമാകാത്തവരുണ്ട്, ഇപ്പോഴും മനസ്സിനുള്ളിൽ സമൂഹത്തോട് വലിയ രീതിയിലുള്ള പക വെച്ച് പുലർത്തുന്നവരുണ്ട്, മാറ്റത്തിന് വിധേയമാകാൻ വിസമ്മതമുള്ളവരുണ്ട്, ഈ സമൂഹമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഒരിക്കലും ജയിലിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ അയാൾ ഒരിക്കലും മനസ്സോടുകൂടി ജയിലിലേക്ക് വരികയല്ല, അയാളെ ബലം പ്രയോഗിച്ചാണ് നമ്മൾ ജയിലിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ജയിലിനുള്ളിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്കും അങ്ങനെ ആയിരിക്കും, പക്ഷേ ജയിലിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന ഈ മനുഷ്യൻ അവിടെ ദീർഘകാലം അവിടെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കഴിയുന്ന ഒരാളിൻ്റെ മാനസിക വ്യാപാരങ്ങൾ നമ്മൾ സാധാരണ രീതിയിലായിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഞാൻ അസാധാരണമായിട്ട് ചിന്തിക്കുന്ന, അസാധാരണമായിട്ട് പെരുമാറുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം അത് എന്നെ മാനസികമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയെ, എൻ്റെ ചിന്താഗതിയെ, എൻ്റെ മാനസികാവസ്ഥയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നിസ്സാരം, ഇതെന്ത് എന്ന് വിചാരിച്ച് ജോലി ചെയ്താൽ അങ്ങനെ ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അയാൾക്ക് നന്നായി അവിടെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്താൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്, അവിടെ നമ്മൾ ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യുന്നത് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും അയാളെ തിരുത്താനും അയാളെ സ്വാധീനിക്കാനുമാണ് എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കണം. അതിനോടൊപ്പം നമ്മൾ അയാളെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അയാൾ നമ്മളുമായിട്ട് മാനസികമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അയാളുടെ സ്വാധീനത്തിൽ നമ്മൾ പെടാതിരിക്കണം എന്നെപ്പോഴും നമ്മൾ വിചാരിക്കണം. നമ്മൾ അയാളെ സ്വാധീനിക്കണം, അയാൾ നമ്മളെ സ്വാധീനിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ആ ഒരു മുൻവിധിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ധാരണയോടുകൂടിയോ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടിയോ വേണം ഒരാളൊരു കറക്ഷൻ ജോലി ചെയ്യാൻ. അത്
നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് അയാളുടെ ചില അനുശീലനങ്ങൾ, അയാളുടെ ചില പെരുമാറ്റങ്ങൾ, അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, അയാളുടെ കൃത്യങ്ങൾ സംബന്ധിച്ചുള്ള ചില ധാരണകൾ, ഇതൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ കുറേശ്ശായിട്ട് പ്രവേശിക്കും. അപ്പോൾ ഓരോ തവണയും നമ്മളതിനെ കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഒരു ക്ലീനിങ് നമ്മൾ സ്വയം നമ്മളുടെ ഉള്ളിൽ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം ജീവനക്കാർക്ക് എപ്പോഴും വേണം. അതല്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതം പരാജയപ്പെടും, അയാളുടെ വ്യക്തിജീവിതം പരാജയപ്പെടും, അയാൾ വളർത്തിയെടുക്കണമെന്ന് വിചാരിക്കുന്ന നല്ല ശീലങ്ങൾ ഇല്ലാതെ വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഈ ജയിൽ ജീവനക്കാരനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഈ സമൂഹത്തിന് വേണ്ടി വിഷം പാനം ചെയ്ത ആളാണ് പരമശിവൻ. സ്വയം നശിച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഭൂമിയെയും സമൂഹത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിഷം കുടിക്കുന്നത്. അപ്പം അതുപോലെ അതിന് തുല്യമായിട്ടാണ് ജയിൽ ജീവനക്കാരൻ ജോലി ചെയ്യുന്നത്. ജയിൽ ജീവനക്കാരൻ പലപ്പോഴും ഈ സമൂഹം, അതായത് കുറ്റവാളികളുടെ സമൂഹം, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ തടവിൽ കഴിയുന്നവരുടെ വിഷാംശം ജയിൽ ജീവനക്കാരൻ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ അത് അവരുടെ കഴുത്തിൽ ഉറച്ചിരുന്ന് അവരുടെ ശരീരത്തെയും ജീവനത്തെയും ജീവിതത്തെയും ബാധിക്കാതിരിക്കണമെങ്കിൽ അയാൾ എപ്പോഴും ഒരു കറക്ഷന് വിധേയമായിക്കൊണ്ടിരിക്കണം. ഈ ഒരു കറക്ഷന് വിധേയമാകേണ്ട ഒരാളാണ് ജീവനക്കാരൻ എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി നിർവഹിച്ചില്ലെങ്കിൽ അയാൾ വളരെ പെട്ടെന്ന് തോറ്റുപോകും. അപ്പോൾ അത് തോറ്റുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധാലുവായിട്ട് ഈ ജോലി ചെയ്യണം. അത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. തടവുകാരനിൽ നിന്ന് ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയോ മാത്രം ചെയ്യുന്നത്, അത് മാത്രം ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ഈ ജോലിയിൽ എനിക്കൊരു റോള് വഹിക്കാനുണ്ട് എന്ന് അയാൾ തിരിച്ചറിയുകയും ആ റോള് വഹിക്കുമ്പോൾ അയാൾ ഇൻഫെക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ ഇൻഫെക്ഷന് കരുതലെടുക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ജീവനക്കാരനാണ്. ജയിലറകൾക്കുള്ളിലെ പച്ചയായ ജീവിതങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് സന്തോഷ് സാർ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാട്ടി. ഇറ്റ് വാസ് എ വെരി ഇൻസൈറ്റ്ഫുൾ സെഷൻ വിത്ത് യു സർ. താങ്ക് യു.